ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്ന് മഴയൊക്കെ കുറവാണ്, ചെറുതായിട്ടിങ്ങനെ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി വെച്ചാൽ, ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്കേൻ്റെ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നല്ല കഴുകി വെച്ച കട്ട് ചെയ്ത ചക്കയും അത്ര മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഓയിലും. ഓക്കെ, അപ്പോൾ നമുക്കത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ കേട്ടോ. നമ്മൾ ചക്ക ഇത് ഏകദേശം ഇങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ, നല്ല പഴുത്തിട്ടില്ല. പച്ചയാണോ ചോദിച്ചാൽ പച്ചയല്ല, എന്നാൽ പഴുത്തതാണോ ചോദിച്ചാൽ പഴുത്തതുമല്ല, അങ്ങനെയായിട്ടുള്ളൊരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വയ്ക്കാം. നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം നമുക്കിതിങ്ങനെ വെക്കാനുണ്ട്. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ചോളൂ, കാരണം ഈ പൊടികളൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോവയ്ക്കയാണ് കേട്ടോ. കോവയ്ക്ക ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണ പോലെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഇനി കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചക്കയിലേക്ക് വീണ്ടും കിടക്കാം. ചട്ടിയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിച്ചിട്ട് അത് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക, എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് അതിന് മാത്രമൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ പിന്നെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പതിയെ ഞാൻ ചക്കയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക കേട്ടോ, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണ്ടേ. കുറച്ച് ടൈം പിടിക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം എനിക്ക് വേണ്ടി വന്നു കേട്ടോ. ഇനി അതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇതപ്പോൾ ഈ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് 2-3 തുള്ളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കനല്ല കിച്ചൺ. ഈ ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ഒരു ക്ഷമയൊക്കെ വേണം കേട്ടോ, കാരണം ഒരുപാട് ടൈം ഇതിന് വേണം. അപ്പം ഞാനിതാ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ ഇന്ന് കറിവേപ്പില ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിൻ്റെ തൈയൊക്കെ കേടുവന്നു പോയി, അതുകൊണ്ട് നമുക്ക് കറിവേപ്പില ഇല്ല ഗൈസ്. അപ്പോൾ കറിവേപ്പില ഇല്ലാത്ത ചിപ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ ചിപ്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ എൻ്റെ ഗപ്പിക്കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗപ്പി. ഇത് ഏകദേശം ഞാൻ ഒരാഴ്ച ആയി ഈ ഗപ്പിനെ മേടിച്ചിട്ട്. ഇപ്പോഴേക്കും ഈ ഗപ്പി കുറേ മുട്ടയൊക്കെ ഇട്ടിട്ട് അന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഗൈസ്. കുഞ്ഞുങ്ങൾ ഇതിലൂടെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഴുവൻ ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിക്കാൻ വീട്ടിൽ 2 പേരാണുള്ളത്, അമ്മയും ചേട്ടനും ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ, എത്ര നന്നായിട്ട് വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഗൈസ്. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്മെല്ല് മിസ്സിങ് ആണ് കേട്ടോ. ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 2 പേരുണ്ട് കേട്ടോ ഇവിടെ, മമ്മയും അതുപോലെ തന്നെ ചേട്ടനും. അപ്പോൾ അവർക്ക് ഉണ്ടാക്കും കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ഞാൻ എന്തായാലും ഇനി ചായയൊക്കെ ഉണ്ടാക്കട്ടെ. ചായയും ചിപ്സും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചോട്ടെ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.